ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്ത്യയുടെ സൈനിക മേഖലയെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മളുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ, നമ്മുടെ ആംസ് എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിജിനസായിട്ട് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച നമ്മളുടെ ആയുധങ്ങളുടെ കയറ്റുമതിയെക്കുറിച്ചൊക്കെ പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഈ ആയുധം കയറ്റുമതി ചെയ്യുന്ന രാജ്യം നമ്മൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട രാജ്യമായി മാറുമ്പോൾ, ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഒന്നാമതായി നിൽക്കുന്ന അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, പിന്നെ ഇസ്രായേൽ, ചൈന കഴിഞ്ഞുള്ള ഇസ്രായേൽ. ആദ്യത്തെ 5 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, പിന്നെ ജർമ്മനി, പിന്നെ ചൈന. ഈ 5 രാജ്യങ്ങളാണ് ഏറ്റവും ടോപ്പ് 5 ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ. പക്ഷേ അതിലും അമേരിക്കയുടെ പിന്നെ ഷെയറാണ് ഏറ്റവും കൂടുതൽ. ഷെയർ മീൻസ് അമേരിക്കയാണ് ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നത്. അതിൻ്റെ 2ാം സ്ഥാനത്ത് റഷ്യ ആണെങ്കിൽ തന്നെയും അമേരിക്കയുടെ തൊട്ടടുത്തൊന്നും റഷ്യയില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. പക്ഷേ 2ാമത്തെ ഏറ്റവും പിന്നെ ആംസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. അത് ഫ്രാൻസ് ഇടയ്ക്ക് 2ാം സ്ഥാനത്ത് തോന്നുന്നത്. കാരണം യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ യുക്രൈൻ വാറിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യക്ക് നമുക്കറിയാം ഒരു രാജ്യത്തിന് അതുപോലെ അവർക്ക് ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ കയറ്റി അയക്കാനും സാധിക്കത്തില്ല. എന്നാലും അമേരിക്ക, റഷ്യ, ഫ്രാൻസ് ഇങ്ങനെ മാറി മറിഞ്ഞാണ് അതിൻ്റെ ഒരു ക്രമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പോൾ ജിയോ പൊളിറ്റിക്കലി പ്രത്യേകിച്ച് അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, പിന്നെ വെസ്റ്റേൺ കൺട്രീസായിട്ടുള്ള ജർമ്മനി, ഫ്രാൻസ്, UK, പിന്നെ സ്പെയിന്, മറ്റു രാജ്യങ്ങൾ, ഇറ്റലി, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ അമേരിക്ക, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് അവർക്ക് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഒരു ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരിതിനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് കോൾഡ് വാർ സമയത്ത് സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ തിരിച്ച് അമേരിക്ക പാകിസ്ഥാൻ ആയുധം കൊടുക്കുമ്പോൾ തിരിച്ച് ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ ആയുധങ്ങൾ നൽകുമായിരുന്നു. അപ്പോൾ ഇവർ ഈ പറഞ്ഞ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട പവേഴ്സ് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ഒരു ഗാമ്പിൾ ഇങ്ങനെയാണ് അവർ, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പവർ ഇങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഒരു നെറ്റ് ആംസ് ഇമ്പോർട്ടറാണ്. നമ്മൾ ഇപ്പോഴും നമുക്ക് വേണ്ട ആയുധങ്ങളുടെ നല്ലൊരു ഭാഗവും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനകത്തിൽ നമ്മൾ റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. നമ്മളിപ്പോൾ ആയുധ നിർമ്മാണത്തിൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ലോക ആംസ് മാർക്കറ്റിലും നമുക്ക് തീർച്ചയായിട്ടും സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നമുക്ക് വയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പല രാജ്യങ്ങളും, ഇപ്പോൾ അർമീനിയ പോലുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും അധികം എന്നുവെച്ചാൽ ആ രാജ്യം ഏറ്റവും കൂടുതൽ അവരുടെ ആയുധങ്ങൾക്ക് വേണ്ടി, ഡിഫൻസിന് വേണ്ടി ഇപ്പോൾ ആശ്രയിക്കുന്ന ഇന്ത്യയാണ്. അവരുടെ 80% ആയുധങ്ങൾ ഇപ്പോൾ ഇന്ത്യയാണ് നൽകുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് ചൈന എങ്ങനെയാണെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ബംഗ്ലാദേശിന് ചൈന എന്ന് പറയുന്ന പോലെ, അർമീനിയക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ സുപ്രധാനമായിട്ടുള്ള അവരുടെ ഡിഫൻസ് പർച്ചേസ് എല്ലാം നടത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഗ്രീസ്, സൈപ്രസ്, അപ്പോൾ ആ മെഡിറ്ററേനിയൻ റീജിയനിലൊക്കെ നമ്മളിപ്പോൾ അധികം ടർക്കിയായിട്ടുള്ള ബന്ധങ്ങൾ, നമുക്ക് ടർക്കി പാകിസ്ഥാനെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ പാകിസ്ഥാന് ടർക്കിയുടെയും ചൈനയുടെയും വളരെ സപ്പോർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബാലൻസ് ഓഫ് പവർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു രീതിയിലുള്ള നമ്മളുടെ ആയുധ കയറ്റുമതി എന്നുവെച്ചാൽ നമ്മൾ ഒരു രാജ്യത്തിന് ആയുധം വെറുതെ നമ്മൾ കയറ്റുമതി ചെയ്യുകയല്ല, അതിന് പിന്നെ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പിന്നെ സെനാറിയോകളുണ്ടാകും. ഇപ്പോൾ ടർക്കിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്തോനേഷ്യയിൽ ഇപ്പോൾ നമ്മളുടെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വിസിറ്റിൽ ഈ ഇന്തോനേഷ്യയുമായിട്ട് നമ്മൾ സുപ്രധാനമായിട്ടുള്ള ചില ഡിഫൻസ് കോപ്പറേഷൻ ഡീൽസൊക്കെ തന്നെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ അത് ചർച്ച ചെയ്തതാണ്. ബ്രഹ്മോസ് നമ്മളുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഇന്ന് ലോകത്തിലെ അത്യാവശ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് ഒരു വെപ്പണായിട്ട് ബ്രഹ്മോസ് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെയും റഷ്യയുടെയും കൊളാബറേഷനിലാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഫിലിപ്പൈൻസ് അതുമായിട്ട് മേടിച്ച് കഴിഞ്ഞു. വിയറ്റ്നാം അത് മേടിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്തോനേഷ്യയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ മേടിക്കാൻ വേണ്ടി ഇന്ത്യയുമായിട്ടുള്ള ധാരണ അല്ലെങ്കിൽ എന്താ പറയുക ട്രീറ്റി കരാർ ഒപ്പിട്ടു അല്ലെങ്കിൽ ഒപ്പിടാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആസ്ട്ര മിസൈൽ എന്ന് പറയുന്ന നമ്മളുടെ സ്വയം നിർമ്മിത ഒരു മിസൈലുണ്ട്. വളരെ ടെക്നോളജിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മിസൈൽ. അത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ശരിക്കും പറഞ്ഞാൽ. എയർ ടു എയർ മിസൈൽ എന്ന് പറഞ്ഞാൽ അത് എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ഭാഗത്ത് നമ്മൾ അർമേനിയ, സൈപ്രസ്, ഗ്രീസ് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഡിഫൻസ് കോപ്പറേഷൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ആയിട്ടുള്ള ബന്ധം നമ്മൾ ആഴത്തിലാക്കി വരികയാണ്. മിഡിൽ ഈസ്റ്റിൽ നമ്മൾ UAE ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് നമ്മൾ ബന്ധങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇനി ഭാവിയിൽ ഒരു പക്ഷേ സമീപ ഭാവിയിൽ തന്നെ UAE ഒരുപക്ഷെ ഇതുപോലുള്ള നമ്മളുടെ വെപ്പൺ സിസ്റ്റമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇന്ത്യയും UAE തമ്മിലുള്ള ബന്ധങ്ങൾ കണക്കെടുക്കുമ്പോൾ. അപ്പോൾ ബ്രഹ്മോസ് ഇപ്പോൾ അതുപോലെ തന്നെ ആസ്ട്ര മിസൈൽ അതുപോലെ തന്നെ അവരുടെ ഒരു പോർട്ട് സബാങ് പോർട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ നമ്മൾ ചബഹാർ പോർട്ട് പോലെ നമ്മൾ ഇന്തോനേഷ്യയുമായിട്ട് ഒത്തുചേർന്ന് അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കരാറിലും നമ്മൾ ഒപ്പിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ ആസിയാൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും നമ്മൾ ആസിയാൻ എന്ന് പറയുന്ന ആ ഒരു റീജിയനിലും ഇന്ത്യയുടെ ആയുധങ്ങൾക്കുള്ള ഒരു താല്പര്യം, ഇന്ത്യയുടെ ആയുധങ്ങളോടുള്ള താല്പര്യം പ്രത്യേകിച്ച് ബ്രഹ്മോസാണ് അതിനകത്തിൽ ഏറ്റവും ഹീറോ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഫിലിപ്പീൻസ് ആയാലും വിയറ്റ്നാം ആയാലും വിയറ്റ്നാമും ചൈനയും തമ്മിൽ നല്ല ബന്ധമുണ്ടില്ലെന്ന് പറയുന്നില്ല. എന്നാൽ തന്നെ വിയറ്റ്നാം ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ മേടിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റ് പ്രധാനപ്പെട്ട ശത്രുക്കളോ അല്ലെങ്കിൽ ഒരു ഓപ്പണൻ്റോ ഒന്നും അവിടെ ഒന്നുമില്ല, കൃത്യമായിട്ടില്ല. നോർത്ത് കൊറിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ട്. നോർത്ത് കൊറിയയിൽ നിന്ന് അവർ പ്രത്യേകിച്ച് വലിയ പ്രഷറൊന്നും അവർ നേരിടാണ്ട് നമുക്കറിയത്തില്ല. പക്ഷേ ചൈനയാണ് സൗത്ത് ചൈന സീലൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ ഒരു വലിയേറ്റ നയം കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ പല രീതിയിലുള്ള മാരിടൈം പ്രഷേഴ്സൊക്കെ തന്നെ ചെലുത്തുന്ന ഒരു രാജ്യം ചൈനയാണ്. അപ്പോൾ ചൈനയിൽ നിന്നാണ് അവർ ത്രെട്ട് ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിലിപ്പീൻസും ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളും ഇന്ത്യയെ ഇതുപോലുള്ള നമ്മളുടെ വെപ്പൺ സിസ്റ്റത്തിനെ അവർ ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ആയുധങ്ങൾ വാങ്ങിക്കുകയാണ്. കാരണം നമ്മളുടെ ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ മെച്ചപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ കോസ്റ്റ്, ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഫ്രാൻസ്, റഷ്യ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഈവൻ ചൈനയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ അവർക്ക് മേടിക്കുന്നതിനേക്കാൾ ചിലവ് കുറച്ച് എന്നാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ടെക്നോളജി, ഏറ്റവും മെച്ചപ്പെട്ട ആയുധങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യയെ അവർ ആശ്രയിക്കാനുള്ള കാരണമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരും കാലങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഗുണകരമാക്കിയെടുക്കാൻ സാധിക്കും. കാരണം ഈ രണ്ട് ഫാക്ടേഴ്സും ഉണ്ട്. കാരണം നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിനകത്ത് ഗുണനിലവാരം ഉണ്ടാണ്. ഇപ്പം നമുക്ക് ഏത് രാജ്യത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള അതിൻ്റെ പഠനങ്ങളും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വിശകലനങ്ങളൊക്കെ നടത്തിയിട്ട് മാത്രമേ അവർ ഏത് രാജ്യവും ആയുധങ്ങൾ പർച്ചേസ് ചെയ്യത്തുള്ളൂ. അല്ല ഒരു രാജ്യമായിട്ട് ബന്ധം കൂടുതൽ നല്ലതാണെന്നും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെയും ഇസ്രായേൽ നമ്മളുടെ ഏറ്റവും ഒരു സുഹൃത്ത് രാജ്യമാണെന്ന് ഉള്ള നിലയിലല്ല വാങ്ങിക്കുന്നത്. അത് ആ ആയുധത്തിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും അത്ര മെച്ചപ്പെട്ടതായതുകൊണ്ട് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഇനിയിപ്പോൾ UAE നാളെ നമ്മളെ ഇന്ത്യയിൽ നിന്നും പിന്നെ ആയുധങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങളോ മിസൈൽസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എയർ ഡിഫൻസ് സിസ്റ്റമോ ഒക്കെ തന്നെ അവരെ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയും നമ്മളുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇന്ത്യ അവർക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അവരുടെ ഡിഫൻസും സൈനികപരമായിട്ടുള്ള അവരുടെ ആയുധങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരത് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ കൃത്യതയും കണിശതയൊക്കെ പുലർത്തി മാത്രമേ ഏത് രാജ്യവും വാങ്ങിക്കത്തുള്ളൂ. പക്ഷേ പാകിസ്ഥാനായാലും ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്നു, ചൈനയായിട്ടുള്ള ബന്ധം വെച്ചിട്ടില്ല. കാരണം വെപ്പൺസ് അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പാകിസ്ഥാനും ആയുധങ്ങൾ ഇത്രയും വളരെ വലിയ തോതിലും വളരെ അളവിലൊക്കെ തന്നെ ചൈനയിൽ നിന്നും വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ മറ്റു രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ചിലവിനേക്കാളിൽ കുറച്ച് നമുക്ക് എന്നാൽ അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞൊരു നയമുണ്ട്. നമ്മൾ അത് ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെ നമ്മൾ കേന്ദ്രീകരിച്ച് നമ്മളുടെ സാമ്പത്തികവും അതുപോലെ നമ്മളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അല്ലെങ്കിൽ
അതിനകത്തുള്ള ജപ്പാനും ഈ പറഞ്ഞ ഫിലിപ്പീൻസും വിയറ്റ്നാമും സിംഗപ്പൂരും മലേഷ്യയും ഇന്തോനേഷ്യയും ഒക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട്, സൗത്ത് കൊറിയ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം വരും. അപ്പോൾ നമുക്കതുകൊണ്ട് ഒരു പിന്നെ കോമ്പറ്ററ്റീവായിട്ടുള്ള ഒരു ഡിഫൻസ് എക്സ്പോർട്ടറായിട്ട്, നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു എക്സ്പോർട്ടറായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഏരിയാസിനെ നമുക്ക് കേന്ദ്രീകരിക്കാൻ അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നമുക്ക് നമ്മളുടെ ആയുധങ്ങൾ നമുക്ക് വിൽക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്രഹ്മോസും ഇന്തോനേഷ്യയും തമ്മിലുള്ളത്, നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്ന അതാണ് നിർമ്മിക്കുന്നത്, ബ്രഹ്മോസ് എയറോസ്പേസ്. അതുപോലെ തന്നെ ഈ ഇന്തോനേഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും തമ്മിലുള്ള എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ബ്രഹ്മോസ് ഇപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ എയർ 12 മിസൈൽ, അത് ആസ്ട്ര എന്ന് പറയുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു റിപ്പബ്ലിക് കോർപ്പ് എന്നും പറഞ്ഞിട്ടൊരു കമ്പനി ആയിട്ടാണ് ഈ പറഞ്ഞ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബ്രഹ്മോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, അതിൻ്റെ പ്രിയം പ്രത്യേകിച്ച് ലോകത്ത് ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും നമുക്കറിയാം, ലോകത്തിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെല്ലാം അതിനെ വളരെ ഒബ്സർവ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അതിനകത്തിലേറെ ഇപ്പം റഷ്യയും യുക്രൈനും തമ്മിലായാലും ഇറാനും ഇപ്പുറത്തെ ഇസ്രായേൽ അമേരിക്ക തമ്മിലായാലും ശരി, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ സമയത്തും ഉണ്ടാകുമ്പോൾ അവർ മറ്റു രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധത്തെ അവർ വീക്ഷിക്കുകയും പഠിക്കുകയൊക്കെ തന്നെ ചെയ്യും. കാരണം മോഡേൺ യുദ്ധങ്ങൾ എങ്ങനെയാണ് പിന്നെ യുദ്ധം ചെയ്യുന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള വെപ്പൺസാണ് ഉപയോഗിക്കുന്നതെന്നും ഉപയോഗിക്കുന്ന വെപ്പൺസ് ഏതൊക്കെ രാജ്യത്തു നിന്നുള്ളതാണെന്നും അതിൻ്റെയൊക്കെ മേന്മ എന്താണെന്നും അതിൻ്റെയൊക്കെ പെർഫോമൻസ് എന്തായിരുന്നു ഒക്കെ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ അവർ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ തീർച്ചയായിട്ടും അവരുടെ പിന്നീടുള്ള ഈ ആയുധ വ്യാപാരങ്ങൾ വാങ്ങിക്കുകയും കൊടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച ചൈനീസ് വെപ്പൺസൊന്നും അത്ര ഗുണനിലവാരമുള്ളതല്ലെങ്കിൽ തീർച്ചയായിട്ടും സമീപ ഭാവിയിലെങ്കിലും ചൈനയുടെ എക്സ്പോർട്ട് മാർക്കറ്റ് പല രാജ്യങ്ങളും അത് വാങ്ങിക്കാനുള്ള താല്പര്യം കുറയുകയും ഇപ്പോൾ ഇന്ത്യയുടെ ഈ പറഞ്ഞ ബ്രഹ്മോസ് പോലുള്ള മിസൈലുകൾ വളരെ നമുക്ക് അതിനെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രിയം ഇതുപോലുള്ള രാജ്യങ്ങളുടെ ഇടയിൽ കൂടാനും വർദ്ധിക്കാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവരൊക്കെ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ഇതൊക്കെ പഠന വിധേയമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബ്രഹ്മോസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. കാരണം ഇന്തോനേഷ്യ ബ്രഹ്മോസ് മേടിച്ചു. അതിനു മുമ്പ് ഫിലിപ്പീൻസാണ് ആദ്യത്തെ രാജ്യം. വിയറ്റ്നാം ഏകദേശം അത് മേടിക്കാനുള്ള സാധ്യതകളിലേക്ക് വരുന്നുണ്ട്. ഈ ആസ്ട്ര MK1 എന്നുള്ള മിസൈൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു വിദേശ രാജ്യം മേടിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. അത് നമ്മൾ ഡൊമസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്തൊരു ഏരിയൽ വെപ്പൺ സിസ്റ്റമാണത്. അത് നമുക്ക് ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡോർസ് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഒരു മൊമെൻ്റോ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസിനെ സംബന്ധിച്ച് അതിൻ്റെ ഈ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3 ഫോഴ്സിനും ഉപയോഗിക്കുന്നതാണ്. ലാൻഡ്, ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് ആയാലും ഫിലിപ്പീൻസിനെ സംബന്ധിച്ചാലും ഈ ഒരു പാക്കേജ് നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു പാക്കേജായിട്ട് നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ ഇതൊരു പാക്കേജാണ്. ജസ്റ്റ് നമ്മൾ വെപ്പൺസ് കൊടുത്തു അവിടെ കൊണ്ട് നമ്മുടെ ഡീല് തീർന്നു എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ. ഇതിനകത്തിൽ അവരുടെ ഇതിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം അവരെ. ഇതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടാകും, ഇതിൻ്റെ ലോജിസ്റ്റിക് സപ്പോർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ അസോസിയേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറെല്ലാം നമ്മൾ അവർക്ക് ഈ കാലാകാലങ്ങളായിട്ട് എത്രനാൾ ഈ വെപ്പൺ സിസ്റ്റം ഉപയോഗിക്കുന്നോ അത് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവർക്ക് കൊടുത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിലെ നമുക്ക് ഇതുപോലുള്ള വെപ്പൺ സിസ്റ്റം നമ്മൾ വിൽക്കുമ്പോൾ ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് കോപ്പറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു കരാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് ആ രാജ്യമായിട്ടുള്ള ബന്ധം അങ്ങനെ നമുക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യും, ലോങ് ടൈമിലേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ റഫേൽ അവർ നമുക്ക് തരുമ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് പ്ലെയിൻ തന്ന് അവിടെ കൊണ്ട് ഡീൽ അവസാനിക്കുന്നില്ല. പിന്നെയും നമ്മൾ ആ എത്ര കാലത്തോളം ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റം ഉപയോഗിക്കുന്നോ ആ കാലം വരെയും തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ബന്ധം വഷളായില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ലോങ് ടൈം കോപ്പറേഷൻ അല്ലെങ്കിൽ ലോങ് ടൈം റിലേഷൻ നിലനിൽക്കും. അതൊരു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കരാറാണ്. അങ്ങനെയാണ് നമുക്ക് സാധാരണമായി നമുക്ക് കണ്ടുവരുന്നത് രാജ്യങ്ങൾ തമ്മിൽ. അപ്പോൾ ഈ
അസ്ട്ര MK1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുടെ അവർ ഈ റഷ്യയുടെ സുഖോയ് Su-27 അതുപോലെ തന്നെ Su-30 ഫൈറ്റർ ജെറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ. അപ്പോൾ അതിലേക്ക് ഘടിപ്പിക്കാൻ വേണ്ടിയാണ്, അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഈ അസ്ട്ര MK1 മിസൈൽ അവർ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതവർ തീർച്ചയായിട്ടും അവരുടെ ഈ എയർഫോഴ്സിൻ്റെ കേപ്പബിലിറ്റി, അവരുടെ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവരിപ്പം മറ്റു പല രാജ്യം, ഇപ്പോൾ റഷ്യയിൽ നിന്ന് അവർ വാങ്ങിക്കുന്നുണ്ട്, അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ രാജ്യവും ഇപ്പോൾ പാകിസ്ഥാനെ പോലുള്ള രാജ്യം കൂടുതലും ചൈനയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ടർക്കിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് റിക്വയർമെൻറ്റ്സ്, നമുക്ക് ആയുധങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ഒരു രാജ്യത്തെ മാത്രമല്ല, പണ്ട് റഷ്യയാണ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പേഴ്സൻ്റേജൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, അമേരിക്ക, ഈ പറഞ്ഞ 4 രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും കച്ചവടമുള്ളത്. കച്ചവടം മീൻസ് നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുന്നത്. പിന്നെ ജർമ്മനിയായിട്ട് നമ്മളിപ്പം ഒരു സബ്മറൈൻ നിർമ്മിക്കാനുള്ള ഡീല്, 8 അത്യാധുനികമായിട്ടുള്ള സബ്മറൈൻസ് നിർമ്മിക്കാനുള്ള ഡീല് ഉണ്ട്. പിന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് വലുതും ചെറുതുമായിട്ടുള്ള ഈ പറഞ്ഞ ഡിഫൻസ് കോപ്പറേഷനൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ വൈവിധ്യവൽക്കരിക്കണം നമ്മളുടെ ഡിഫൻസിൻ്റെ റിക്വയർമെൻറ്റ്സ്. എപ്പോഴും ഒരാളെ മാത്രം നമ്മൾ ആശ്രയിച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം ഇപ്പോൾ റഷ്യ നമ്മൾ ആശ്രയിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ യുദ്ധസമയത്ത് ഇതുപോലുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും S-400 പൂർണ്ണമായിട്ടും റഷ്യക്ക് തരാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളെ ഇമ്പോർട്ടിന് വേണ്ടി നമ്മൾ ഈ ആംസ് ഇമ്പോർട്ട് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രാൻസിനെയും ഇസ്രായേലിനെയും അമേരിക്കയൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ആയുധങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താണ് പറയുന്നത്, അവരുടെ സപ്പോർട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊന്നും രാജ്യത്തു നിന്ന് ആയുധം വാങ്ങിക്കാൻ സാധിക്കത്തില്ല, കാരണം അതൊക്കെ മാസങ്ങളായിട്ടുള്ള ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളുടെയും നെഗോസിയേഷൻ്റെയൊക്കെ ഫലമായിട്ടാണ് അത് സംഭവിക്കുന്നത്. പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലൊരു ആയുധ വ്യാപാരം ഉണ്ടാണെങ്കിൽ തന്നെയും നമുക്കറിയാം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പറഞ്ഞ നെഗോസിയേഷൻസും ബാർഗെയിൻസും കൗണ്ടർ നെഗോഷിയേഷൻസും ഇല്ല, നമ്മുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് അങ്ങോട്ട് പോവുകയും അവരുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഇങ്ങോട്ട് വരികയും ഇല്ല, നമ്മുടെ ഈ ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങോട്ട് പോവുകയും അവരുടെ അതൊന്നും നമ്മൾ അറിയുന്നില്ല. ശരിക്കും പ്രൈം മിനിസ്റ്റർ റഷ്യയിൽ പോകുന്നത്, അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡൻറ്റ് ഇങ്ങോട്ട് വരുന്നോ, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് ഇങ്ങോട്ട് വരുന്നതൊക്കെ നമ്മൾ അറിയത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് അങ്ങോട്ട് പോവുകയും നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ എയർഫോഴ്സിൻ്റെ ചീഫ് അങ്ങോട്ട് പോവുകയും അല്ലെങ്കിൽ നേവൽ ചീഫ് അങ്ങോട്ട് പോവുകയും അവരുടെ എയർഫോഴ്സിൻ്റെ ചീഫോ അല്ലെങ്കിൽ നേവൽ ചീഫൊക്കെ ഇങ്ങോട്ട് വരികയൊക്കെ തന്നെ ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിയുന്നില്ല, സാധാരണക്കാരായിട്ടുള്ള നമ്മളതൊന്നും അറിയുന്നില്ല. പക്ഷേ അങ്ങനെ ഒത്തിരി വിസിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, വിസിറ്റും കൗണ്ടർ വിസിറ്റും നെഗോസിയേഷനും കൗണ്ടർ നെഗോസിയേഷനും ഒക്കെ തന്നെ നടത്തി മാസങ്ങളോളം നടക്കുന്ന സംഭാഷണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഒരു ഡീല് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് നമ്മൾ ഫ്രഷായിട്ട് പെട്ടെന്ന് നിന്ന് ആയുധം വാങ്ങിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുവെച്ചാൽ നമ്മൾ വൈവിധ്യവൽക്കരിക്കുക, പലരും നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കുക, നമ്മൾ സ്വയം സജ്ജമാകുന്ന സമയം വരെ നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളെ നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ആംസ് എക്സ്പോർട്ട്, നമ്മൾ ആയുധങ്ങൾ വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവർ പല രാജ്യങ്ങളെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പം ടർക്കിയൊക്കെ ഇപ്പോഴൊന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്താണെന്നുള്ളത്, കാരണം പ്രത്യേകിച്ച് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പല ഇക്കണോമിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ, അവരുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ചില കമ്പനികളുടെ ഓപ്പറേഷൻസ് നമ്മൾ ലൈസൻസ് റദ്ദാക്കുകയും പിന്നെ നമ്മളുടെ രാജ്യത്തു നിന്ന് അങ്ങോട്ട് ടൂറിസ്റ്റുകളായിട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ കുറയുകയും അങ്ങനെ പല കമ്പനികളുടെ ടർക്കിയുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ വിച്ഛേദിച്ചപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളുണ്ടാക്കി അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുകയും അങ്ങനെ ടർക്കിക്ക് അതിനൊരു എന്നാലും ടർക്കി പാകിസ്ഥാനെ വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും. മീൻസ് ആയുധ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പവർ ബാലൻസ് നമുക്ക് പറ്റും, പല രാജ്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കുമെന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്കിതിനകത്തിൽ ഈ ആയുധ വ്യാപാരമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഇന്തോനേഷ്യൻ എഗ്രിമെൻ്റ് ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഫിലിപ്പീൻസുമായിട്ടായിരുന്നു $375 മില്യൺ ഡീലായിരുന്നു അവരുമായിട്ട്. 2022 സൈൻ ചെയ്തത്. അത് നമ്മൾ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞാണ്. 2024 അതിൻ്റെ ഡെലിവറീസ് നമ്മൾ ശരിക്കും വെപ്പൺസിൻ്റെ ഡെലിവറീസ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് ചൈന ശരിക്കും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ മാരിടൈം ഡിഫൻസ്, അവരുടെ കോസ്റ്റൽ ഡിഫൻസ് കേപ്പബിലിറ്റി നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർ ചൈനയിൽ നിന്ന് നേടുന്ന ഒരു ഭീഷണി അല്ലെങ്കിൽ ത്രെറ്റിനെയൊക്കെ അവർക്കൊന്ന് മിനിമൈസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിയറ്റ്നാമും ഈ പറഞ്ഞ ബ്രഹ്മോസ് വാങ്ങിക്കുവാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ്. അതും തീർച്ചയായിട്ടും അവരുടെ ഫോഴ്സിനെ മോഡേണൈസ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മാരിടൈം ഡിറ്ററൻസിനെയൊക്കെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ തന്നെ, അതുപോലെ തന്നെ പല മറ്റ് ആസിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ മെയ്ഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റിലൊക്കെ തന്നെ താല്പര്യങ്ങൾ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് പല രാജ്യങ്ങളും ഒരുപക്ഷെ ഈ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് അഫോർഡബിളാണ്, ചീപ്പാണ്. ചീപ്പ് മീൻസ് വിലക്കുറവാണ്, കേപ്പബിളാണ്, പിന്നെ പൊളിറ്റിക്കലി ഫ്ലെക്സിബിളായിട്ടുള്ള, ഇന്ത്യ മറ്റു രാജ്യങ്ങൾ വെക്കുന്ന രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും വളരെ ശക്തമായിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം അമേരിക്ക, ഫ്രാൻസ് അല്ലെങ്കിൽ റഷ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അവരുടെ പ്രൈസ് വളരെ കൂടുതലാണ്, പിന്നെ വെപ്പൺസൊക്കെ സുപ്പീരിയറൊക്കെ തന്നെയാണ്. പക്ഷേ പൊളിറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി ഒന്നും കാണത്തില്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ തന്നെ കാണും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയുള്ള കടുംപിടുത്തങ്ങളൊന്നുമില്ല. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാമെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാമെങ്കിൽ മാത്രമേ നമ്മൾ ആയുധങ്ങൾ തരൂ, അങ്ങനെയുള്ള ഒന്നുമില്ല. പൊളിറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പിന്നെ പല രാജ്യങ്ങളും ഇനിയും ഇന്ത്യയെ ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാനുള്ള സാധ്യത നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ ഈ ഒരു മിസൈൽ സിസ്റ്റമാണ്, ഇക്കോ സിസ്റ്റമാണ് നമ്മളുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആഭ്യന്തരമായി നമ്മൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഈ മിസൈൽ സിസ്റ്റം ആണ്. തീർച്ചയായിട്ടും അതിപ്പോൾ ഏകദേശം ഒരു പക്വത പ്രാപിക്കുന്നൊരു സ്റ്റേജിലേക്ക് എത്തി. കാരണം നമ്മളിപ്പം ലോകത്തിലെ നല്ലൊരു മിസൈൽ പവറായിട്ട് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ റെക്കഗ്നീഷൻ എന്ന് വെച്ചാൽ ഇപ്പം ലോകരാജ്യങ്ങളിപ്പം ഇന്ത്യ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ. അപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസി, നമ്മൾ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഫോറിൻ പോളിസിയുമായിട്ട് നമുക്കിതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഇൻ്റർനാഷണലി നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശത്രു രാജ്യങ്ങൾ വല്ല അയൽ രാജ്യത്തുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് പോയി ചങ്ങാത്തം കൂടി അവർക്ക് നമ്മളുടെ ആയുധങ്ങൾ കൊടുത്ത് അവരെ സജ്ജമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ആ ഫോറിൻ പോളിസി നമുക്കങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് അനുകൂലമായ രീതിയിൽ ഉപയോഗിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.